വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞ ഈ ഒരു ഗാനം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമുക്കൊരു പുതുവത്സര ആഘോഷങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഗാനമായി മാറിയിരിക്കുകയാണ്. വാസ്കോഡ ഗാമ went to the drama, പുതുവർഷം കാണാൻ കവിളേലുമ്മ. നമ്മൾ തമ്മിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പുറയിൽ കുറെ കണ്ണീരിൻ്റെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇതിലേക്ക് സെറ്റ് ആകണം എന്നുള്ളൊരു കുറെ നാളത്തെ ആഗ്രഹം, കുറെ ചവിട്ടം തൊഴിയൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അച്ഛൻ നാണം മലയാളി കണ്ടവിടെ അയ്യോ ദൈവപദമോ അമ്മ 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 അമ്മ. എല്ലാവരും ഞെട്ടിയൊരു കാര്യം ധീര ധീര നമ്മുടെ KGF സോങ് വന്നപ്പോഴാണ് ഒരു വൻ ഓളം ഉണ്ടാക്കിയത്. ഏതായിക്കെ പാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു KGF ചാപ്റ്റർ 2 ആണെന്ന് പറഞ്ഞു. എനിക്കൊക്കെ പാടാൻ താല്പര്യമുള്ള കുറെ ഹമ്മിങ്ങും കാര്യങ്ങളും അങ്ങനെ എനിക്ക് അങ്ങനെ ഭയങ്കര പവർഫുൾ. ഫസ്റ്റ് തൂഫാനാണ് ഞങ്ങൾ തൂഫാൻ പാടി കഴിഞ്ഞപ്പോ നമ്മുടെ തൊണ്ട ഇടപാട് പോയി. തൂഫാൻ അങ്ങനെ അങ്ങനെ അപ്പൊ ഞങ്ങൾ ആദ്യം പോയി തൂഫാൻ തൂഫാൻ 4 രൂപ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. സാർ ഇത് റിവെഞ്ച് സോങ് സാർ, ലവ് സോങ് അല്ല സാർ. മ്യൂസിക് ലൈഫിൽ ഒരു രണ്ടാമത്തെ ഒരു പുനർജന്മം ശരിക്കും KGF. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവൂല. കൺകളിൽ ഹോംകാരത്തി കുണ്ടമേ. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അടിപൊളിയല്ലേ, ഭയങ്കര ഊർജ്ജമാണ് മണിച്ചേട്ടനൊക്കെ. എനർജി ലെവല് ഇങ്ങനെ പിച്ചിൽ പാടുന്ന ഒരാളാ എന്റെ ജീവിതത്തിൽ. എങ്ങനെ വന്നാലും പുള്ളി പാടുമ്പോണ്ടല്ലോ കറക്റ്റ് പിച്ചാണ്. നമ്മള് മറ്റേ മെലഡിയൻ ചെയ്ത പോലെ ഓട്ടോട്ട പോലെ മാറ്റൂല. നമ്മളൊക്കെ പാടി ഇവിടെ അടപ്പുറച്ചിരിക്കണേക്കും. പുള്ളി അപ്പോഴും ഫുണ്ടിയെല്ലാം വടച്ച് നാലെണ്ണ എട്ടെണ്ണ ജഗ 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 ജാങ്കോ സ്പേസ് ജഗ 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 ജാങ്കോ സ്പേസ് ഐ ആം കമ്മിങ് ജാങ്കോ സ്പേസ് ലെറ്റ്സ് ഗോ വിത്ത് ശ്രീനാഥ് ജാങ്കോ സ്പേസ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ഒരു കിടിലൻ അതിഥിയാണ്. അതായത് നമ്മളിപ്പോൾ 2025 കിടക്കുകയാണ്. എല്ലാ പുതുവർഷത്തിലും നമ്മുടെ ആഘോഷങ്ങൾക്ക് നമ്മൾ കേൾക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. നമുക്ക് നമ്മുടെ എന്താ പറയുക, കൊച്ചിക്കാരുടെ ദേശീയഗാനം എന്ന് പറയപ്പെടുന്നത്. ആ ഗാനം പാടിയ നമ്മുടെ സിംഗർ നമ്മുടെ സ്വന്തം ബിബിൻ സേവ്യറാണ്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്തായാലും വളരെ വളരെ സന്തോഷം. ഞങ്ങളിങ്ങനെ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യണമായിരുന്നു താങ്കളൊന്ന് പിടിച്ചുകൊണ്ട് വന്നെ ഇങ്ങോട്ടേക്ക്. എന്തായാലും ഒരുപാട് ഷോസ് എനിക്ക് തോന്നുന്നത് ഒരുപാട് അല്ലേ, വിദേശ പ്രോഗ്രാമുകളൊക്കെ ഒരുപാടുണ്ട്. നല്ല തിരക്കിലാണ്. ഇപ്പോൾ ഒരു 5000 വിദേശ പ്രോഗ്രാമുകൾ മൊത്തത്തില് ടോട്ടൽ ഒരു 5000-ഓളം പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. നന്നായിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ആ ഒരു തിരക്കിലാണ് നിൽക്കുന്നത്. എന്തായാലും ബിബി ആദ്യമായിട്ട് ഒരുപാട് ആശംസകൾ അറിയിക്കുകയാണ്. എന്താണ് പുതിയ പരിപാടികളൊക്കെ? എന്താണ് പുതിയ പരിപാടികൾ? ലാസ്റ്റ് അമരന്റെ തെലുങ്ക് പാടി ഉണ്ടായിരുന്നു. അത് നല്ലൊരു റെസ്പോൺസ് കിട്ടി. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ റഹ്മാൻ സാറിന്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് മ്യൂസിക് ഡയറക്ടർ GV പ്രകാശ് സാർ. അവിടുന്ന് ഒരു കണക്ഷൻ, പണ്ടത്തെ ഒരു സ്വപ്നമായിരുന്നു, അതൊക്കെ ഇപ്പൊ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആഗ്രഹിച്ചതിന്റെ എന്ന് പറയുന്നത് കുന്നോളം ആഗ്രഹിക്കണം എന്നാലേ കുന്നിക്കുരോളം കിട്ടും എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബിബി, നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞ ഈ ഒരു ഗാനം, അത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമുക്കൊരു പുതുവത്സര ആഘോഷങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഗാനമായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തിയത്? ഞാൻ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് രാഹുലേട്ടനെ പരിചയപ്പെട്ടു. രാഹുൽ രാജിന്റെ മ്യൂസിക്, അൻവർക്ക ഡയറക്ടർ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അമൃത ചാനലിൽ ഒരു ഹരിത ഭാരതം എന്ന് പറഞ്ഞ സാധനം പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ എടാ ഒരു പടം ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല, അപ്പോൾ സെറ്റാക്കി എന്തെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം പുള്ളി ഇങ്ങനെ വിളിച്ചു, നീ ഫ്രീ ആണെങ്കിൽ ഇവിടെ പലരുടെ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ ലിറിക്സ് തന്നു, ഒന്ന് പാടി നോക്കൂ, പ്രൊഡ്യൂസറും ഡയറക്ടറും ഓക്കെ ആണെങ്കിൽ സെറ്റാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. പാടി കഴിഞ്ഞ് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഓക്കെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഏതാ പടം നിനക്കറിയണോ? ഞാൻ പറയല്ല, വെറുതെ ആവകാശ പറഞ്ഞു. എടാ ഇത് ചൊട്ടാവുമ്പോ എന്നൊരു പടമാണ്, ലാലേട്ടനൊക്കെ. അപ്പോഴേക്ക് നമ്മുടെ കിളി പോയി. പ്രത്യേകിച്ച് കൊച്ചിക്കാരുടെ സിനിമയല്ല. അത് അങ്ങനെയാണ് അതിലേക്ക് വന്നത്. ആ പാട്ട് പാടിയിട്ട് അത് എന്തായാലും ഒരു വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന സമയമുണ്ടല്ലോ തിയേറ്ററിലേക്ക്, എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങൾ എണ്ണി തള്ളിയായിരിക്കും നമ്മൾ ഓരോ ദിവസവും നീക്കിയാണ്. ഫസ്റ്റ് ആ ഷോ കണ്ടത് അവിടെ നിന്നാണ്. ഞാൻ സുയിയാണ് എന്റെ ഫോട്ടോജി ഇപ്പൊ അത് EVM ആയിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടായി കൂടെ? ആരൊക്കെ ഉണ്ടായി? ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അന്ന് ബിഗ് ബി ആയിരുന്നു അതിന്റെ ഓപ്പോസിറ്റ്. അതന്നെ
രണ്ടും ടൈറ്റ് ആയിട്ട് നമുക്ക് ലാലേട്ടൻ തകർക്കുന്ന സമയമാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ആ പാർട്ടിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ ന്യൂ ഇയറിനും നമ്മൾ ആഘോഷമാക്കുന്ന നമ്മുടെ ആ ഗാനം വാസ്കോഡ ഗാമ, അത് പാടി ബിബിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് ആ ഗാനം ഇന്നലെ ഫോട്ടോ വെച്ച് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ മറ്റേ മരത്തിൽ അപ്പൊ അത് വെച്ചാൽ വിളിക്കണം. ആ സ്വാഭാവികമായിട്ട് അതാണ്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് നമുക്ക്. വാസ്കോഡ ഗാമ went to the drama, പുതുവർഷം കാണാൻ കവിളേലുമ്മ, നാളത്തെ മേളം കേൾക്കാനും നമ്മൾ നേരുന്നേ ഒന്നായി വരുന്നോറുമ്മ, കൊച്ചിയിലെ ബച്ചുനനെ കച്ചമുറുക്ക്, തപ്പുകളും തയ്യലുകളും പൊരുതി മുഴക്ക്, കുത്തഴിയും നാളുകളെ കൊട്ടിയണക്ക്, പട്ടണവും ജീവിതവും കഴുകി മിനുക്ക്, എസിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നലെ മേള. വാസ്കോഡ ഗാമ went to the drama, പുതുവർഷം കാണാൻ കവിളേലുമ്മ, നാളത്തെ മേളം കേൾക്കാനും നമ്മൾ നേരുന്നേ ഒന്നായി ഒരു നൂറുമ്മ. വാവ്, അടിപൊളി. എന്തായാലും കലക്കി. ഒരു ആശംസകളും പറഞ്ഞേക്ക് എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ജാങ്കോ സ്പേസിന്റെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആഘോഷ പരിപാടികൾ ഇവിടെ നിങ്ങളുടെ ആരംഭിക്കുകയാണ്. തിരി കൊളുത്തി കഴിഞ്ഞ്. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ ഇപ്പൊ നമ്മൾ കൊച്ചിയിലൊക്കെ ചെല്ലുമ്പോൾ സത്യം എല്ലായിടത്തും ആൾക്കാർക്ക് ചിലപ്പോ ഒറ്റയടിക്ക് അറിയാൻ പറ്റുണ്ടാവില്ല ബ്രോയാണ് അടുത്ത് നിൽക്കുന്നത്. അവിടെ തുള്ളി മരിക്കായിരിക്കും ആൾക്കാർ അല്ലേ. കുറച്ച് പഴയ ആൾക്കാരൊക്കെ നമ്മൾ അറിയാം. പഴയ നേരത്തെ അപ്ഡേഷൻ ഇതേ വരുന്നുണ്ട്, ഇപ്പൊ തുടങ്ങാൻ പോവല്ലോ. അപ്പൊ എന്തായാലും പിന്നെ ബിബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം ചെന്നേക്കുന്ന വഴികൾ, സഞ്ചരിച്ചേക്കുന്ന വഴികൾ, പിന്നിട്ടേക്കുന്ന വഴികൾ ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം പലരുടെയും സ്വപ്നങ്ങളാണ്. ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ പറയാം. അതിന്റെ പുറകിൽ കുറെ കണ്ണീരിന്റെ കഥകളുണ്ടല്ലോ ബ്രോ, ഒരുപാട്. കാര്യം ഞാൻ 94 ആദ്യമായിട്ട് എനിക്കൊന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. അപ്പച്ചൻ സിംഗറായിരുന്നു. അപ്പൊ നമ്മള് ഒരു വലിയ വീട്ടിൽ നിന്നും പറഞ്ഞ ഒരാളല്ല, സാധാരണ പക്ക അടി അറിയാലോ, ഒരു സാധാരണക്കാരൻ. അതിൽ നിന്നുള്ള ഒരു നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇതിലൊക്കെ സെറ്റ് ആകണം എന്നുള്ളൊരു കുറെ നാളത്തെ ആഗ്രഹം, കുറെ ചവിട്ടം തൊഴിയൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അച്ഛൻ നമ്മൾ തമ്മിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കുറെ കണ്ണീരിന്റെ കഥകളുണ്ട്. അച്ഛൻ സിംഗർ ആയിരുന്നില്ലേ? ആ പുള്ളി സിംഗറാണ്. ദാസേട്ടന്റെ കൂടെ സ്റ്റേജൊക്കെ പുള്ളി ദാസേട്ടന്റെ ആദ്യകാലത്തില് ദാസേട്ടന്റെ ശിഷ്യഗണത്തിൽ ഉള്ള ഒരു ടീമാണ്. അന്നത്തെ ഗാനവളയും കല്യാണ വീടുകൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പൊ നമ്മളിത് കണ്ട് വളർന്നാണ്. ശരിക്കും വളർന്നു വരുമ്പോ ഇപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുപാട് വിവിയുടെ ആഗ്രഹങ്ങൾ താണ്ടാനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ചുറ്റും, അതിനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. കുറെ കുടിലൊക്കെയാണ് നമ്മൾ ജനിച്ചത്. അപ്പൊ അതിൽ നിന്നൊക്കെ വരാനുള്ള ഒരു ദൈവവിളിയും ഒരു ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്, ആയി തീരണം എന്നുള്ള ഒരു, അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കാം. പട്ടിണിയും എല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം തരണം ചെയ്തൊക്കെയാണ് നമ്മൾ ഇത് ഇങ്ങോട്ടൊക്കെ എത്തിയത്. ആരാണ് ഇവിടെ കൂടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആരാണ്? അപ്പച്ചനമ്മച്ചി തന്നെ. അവരാണ് ആദ്യം നമുക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. നമുക്ക് ചെറിയൊരു കടയൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ നിന്നൊക്കെയാണ് ആദ്യത്തെ വരുമാനം മുറങ്ങളൊക്കെ. ആ കടയൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെ. അവർക്ക് അറിയാം, അവർക്കൊരു പേടി ഉണ്ടായിരുന്നു, ഈ മോൻ ഈ വഴിയിലൂടെ പോയിട്ട് എവിടെ എത്താതെ ആവോ, അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ട്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് നിന്റെ, ഞാൻ പറഞ്ഞു എനിക്ക് പാട്ടുകാരനായെന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചിന്ന് ചോദിച്ചു, മോനെ ഇതുമായിട്ടൊക്കെ നടന്നാൽ അറിയാല, നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, ഇനിയും നമുക്കൊരു വീട് വെക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ല. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇത്രയൊക്കെ ആയെങ്കിൽ അതിൽ എന്തായാലും സെറ്റാകും, വിശ്വസിക്കുന്നുണ്ട്, നിന്റെ വഴിക്ക് പോട്ടെന്ന് പറഞ്ഞു. ആ ഒരു ബ്രോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ അടുത്ത എന്താ പറയുക ഒറ്റയടിക്കൊന്നും ഒരു സ്റ്റെപ്പ് ചവിട്ടി കയറാൻ പറ്റിയിട്ടില്ല ബ്രോയ്ക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയത്ത് ഇത് എപ്പോഴെങ്കിലും വേണ്ട അപ്പച്ചനും അമ്മച്ചും പറഞ്ഞാൽ വേറെ ജോലിക്ക് പോവാന്ന് വരെ തോന്നിയ നിമിഷം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് നമുക്ക്. കാരണം നമ്മൾ ആദ്യം നമ്മുടെ ചവിട്ടുകൂടി കല്യാണ പരിപാടികളാണ്. ചെറിയ ചെറിയ നമ്മുടെ അവിടെ ഒരു ചിന്നപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞ അപ്പച്ചൻ്റെ കൂട്ടൻ തന്നെ. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് ചെറിയ സെറ്റപ്പിൽ അങ്ങനെ തുടങ്ങി. അപ്പോഴും നമ്മൾ എന്തോ ഒരു പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു അവർക്ക് തോന്നി, ഇവനെന്തോ കണ്ടുവനില്ലേ, അങ്ങനെയൊക്കെ ഒരു അങ്ങനെ കേട്ട് പിന്നെ ഒരു കൊച്ചിൻ റനീസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ തന്നെ എറലോച്ചൽ, അത് അപ്പച്ചൻ്റെ കൂടെ തന്നെ. അങ്ങനെയാണ് റഹ്മാൻ സാറിന്റെ പാട്ട്, റഹ്മാൻ സാർ ട്രെൻഡ് ആവുന്നത്, അമ്മ ഹമ്മ. അപ്പൊ അന്ന് അവിടെ പോയി അപ്പൊ SPB സാറിന്റെ പാട്ടുകളാണ് അവിടെ എല്ലാ
ഗാനങ്ങൾ പാടുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പയ്യനെ നമുക്ക് വേണം ആ ഒരു വോയിസിനെ പറ്റി. അങ്ങനെയാണ് അതിങ്ങനെ തുമ്പിയുടെ മോൻ അവൻ ഇങ്ങനെ പരിപാടിയൊക്കെ പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവനൊന്ന് വിളിച്ചു നോക്കാൻ തുടങ്ങി. അപ്പോൾ പാടി എന്നോട് പറഞ്ഞു ഇങ്ങനെ ദിവസം ആ പാട്ട് പഠിച്ചിട്ട് വന്നു തുടങ്ങി. ഏത് പാട്ടായിരുന്നു റഹ്മാൻ സാറിന്റെ ഫസ്റ്റ് അറബിക്കടലോരം. അറബിക്കടലോരം നമുക്ക് അതിന്റെ ഒരു രണ്ടുപേരും சலை ஓரம் வந்து அலை மோதியது என்ன சுகமோ, பிஞ்சு பொன்மிரக நஞ்சை தீண்டியது என்ன இடமோ, சித்தம் கிழித்திருக்கு ரத்தம் துடி துடிக்கு முத்தம் 100 விதமோ, அச்சம் நானும் மறையாளை கண்டவுட ஐயோ தெய்வ பதமோ, அம்மா 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 ஏ அம்மா 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 அந்த அரபிக்கடலோரம் ஓ அழகை கண்டேனே, அந்த கன்னி தென்றல் ஆட வெளுக்க கண்கள் கண்டேனே, அம்மா அம்மா അമ്മ 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 അമ്മ. ഓ പൊളി. അന്നത്തെ ആൾക്കാരെ കയ്യിലെടുത്തത് നമ്മൾ സാധാരണ ഈ പാട്ടൊക്കെ പാടുമ്പോ നമ്മള് ഓഡിയൻസിലേക്ക് ഇരുന്ന് പാടുമ്പോ ഇതൊരു പരിമിതി ഉണ്ട്. അതിലൊന്നുകൊണ്ടാണ് അങ്ങ് അഴിഞ്ഞ് ആടാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് കൊണ്ട് പാടിക്കലും അങ്ങനെ കലാപരിപാടിയിലൊക്കെ ഇന്ററാക്ഷൻ. ഫസ്റ്റ് ഓഡിയൻസിനെ ഇളക്കി മറിച്ചൊരു ഗാനമാണ്. അന്ന് 1 ട്രെൻഡ് ആയിരുന്നു ഇത് ഇറങ്ങിയ ടൈമില്. അത് ആ ട്രെൻഡിങ് സോങ് പാടുക എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇത് ശരിക്കും എല്ലാവരുടെയും എല്ലാ ഗായകരുടെയും മനസ്സിൽ, അതായത് നമ്മൾ ഫസ്റ്റ് ഒരു വേദിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ പാടുക. ആ പാട്ടായിരിക്കും കുറച്ച് നാള് നമ്മൾ പല വേദികളും നമ്മൾ ആ പാട്ടായിരിക്കും നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പാട്ടുണ്ടായിട്ടുണ്ടോ? എന്നിലൊരു ഒരു സിംഗറിനെ ഏറ്റവും കൂടുതൽ ഒരു പ്രോത്സാഹനം കിട്ടിയിട്ട് വന്ദേമാതരമാണ്. അത് റഹ്മാൻ സാറിന്റെ റഹ്മാൻ സാർ അന്ന് മുടിയുണ്ടായിരുന്നു. പുള്ളി മുടിയില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും മുടിയുണ്ട്. അന്ന് ആ വീഡിയോ കണ്ടറിയാം റഹ്മാൻ സാറിന്റെ ഒരു മുടിയൊക്കെ വളർത്തിയൊരു ഒരു അപ്പിയറൻസ്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ആരും പറഞ്ഞാ നീ ഒന്ന് വളർത്തിയൊക്കെ ചിലപ്പോ. അപ്പൊ ഒരു മറ്റേ ശരിക്കും അന്ന് വേദിയിൽ റഹ്മാൻ സാറിന്റെ ആ ഒരു ഫിഗറിൽ ആ ഒരു രീതിയിലാണോ പാടുന്നതെല്ലാം? ഓക്കെ, വന്ദേമാതരം എനിക്ക് തോന്നുന്നു അത്യാവശ്യം സ്റ്റേജുകൾ കവർ ചെയ്തിട്ടുള്ളതും ആളുകൾ ഒരുപാട് ഏറ്റെടുത്തിട്ടുള്ള ഒരു സോങ്. നമ്മുടെ ഫസ്റ്റ് സോങ് അതാ പാടുന്നത്. ഫസ്റ്റ് റഹ്മാൻ സാറിന്റെ കൂടുതൽ സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഡെയിലി പ്രോഗ്രാം അല്ല, ഒരു എനർജിയാണ് പാട്ട് പാടി. അതൊന്ന് ശരിക്കും തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണോ അല്ല കയ്യിൽ കിട്ടിയപ്പോ മാക്സിമം, കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സോങ് ഒന്ന് നോക്ക്. തേരെ പാസ് ഹി മേ ആ രഹാ ഹൂം अपनी बाहों खोल दे, सौर से मुझको गले लगा ले, मुझको फिर वो प्यार है, तू ही जिंदगी है, तू ही मेरी मोहब्बत है, तेरे पैर में जन्नत है, तू ही दिल तुझा ये मामा तुझे सलाम, माँ तुझे सलाम, ये माँ तुझे सलाम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, ये माँ तुझे सलाम. പൊന്നെ, നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നല്ല രസമുണ്ട്. എല്ലാ പാട്ടും അടിപൊളിയാണ്. എന്തായാലും ഇപ്പൊ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇപ്പൊ ബിബിൻ കടന്നു വന്നേക്കുന്ന വഴികൾ ഏതൊരു സിംഗറിനും ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പലരും എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് നിൽക്കുന്ന വഴികളിലൂടെയാണ് ബിബിൻ കയറി വന്നേക്കുന്നത്. നമ്മള് നമുക്കറിയാം കുറെ കഴിവുള്ള ആൾക്കാർ പുറത്തുണ്ട്. അതെ, പിന്നെ ആ ഒരു ടൈമാണല്ലോ, കുറച്ച് ഭാഗ്യം കൂടിയൊക്കെ ആകുമ്പോഴാണ് എല്ലാം വരുന്നത്. ഈ ഭാഗ്യവും ഹാർഡ് വർക്കൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയേക്കുന്നത്. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, എല്ലാവരും ഞെട്ടിയ ഒരു കാര്യം, ധീര ധീര നമ്മുടെ KGF-ലെ സോങ് വന്നപ്പോഴാണ് ഒരു വൻ ഓളം ഉണ്ടാക്കിയത്. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ബിബിനെ സംബന്ധിച്ചൊരു മിറാക്കിളായിരുന്നല്ലേ. എല്ലാം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലോ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കോള് വരുന്നു, ചാടി എഴുതേക്കുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്തൊക്കെയോ നടന്നു. ശരിക്കും എങ്ങനെയാ അതിലേക്ക് എത്തിയത്? അത് ബ്രോ, ഈ കൊറോണ സീൻ അറിയാലോ, നമ്മള് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് കൊറോണ വന്നത്. അപ്പോഴേക്കും 1.5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സാക്കി ഡള്ളായി. അപ്പൊ നേരത്തെ ചോദിച്ച് വേറെ എന്തെങ്കിലും പണിക്ക് പോകാം, അങ്ങനത്തെ സംഭവം. നമ്മുടെ ഹൗസ് ലോണും EMI എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി ദുബായിലും ഖത്തറിലൊക്കെ ഓൾറെഡി കൊടുത്തു. എൻ്റെ CV പാസ്പോർട്ട് ജോലി ചെയ്യാനുള്ള ജോലിക്കായിട്ട്. കാരണം നമ്മൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഡള്ളായി.
കാരണം ഇത് മാറിയാലേ നമ്മുടെ ഷോകളെ വരുള്ളൂ. അതെ അതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വേറെ നോക്കിലേക്ക് പണി പാടോന്നുള്ള സീനിൽ അപ്പോഴേക്കാണ് ഒരു ദിവസം ഇങ്ങനെ ഒരു കോൾ വരുന്നത്. നമ്മുടെ ഒരു അൻവർ സാദത്ത്, നമ്മുടെ സിംഗറാണ് പുള്ളി, തില്ലഞ്ചില്ലൊക്കെ പഠിക്കുന്നത്. പുള്ളി ഇങ്ങനെ വിളിച്ചു, എടാ ഇന്ന ദിവസം ഒരു പാട്ട് പറഞ്ഞു, ഇന്ന ദിവസം ഫ്രീ ആണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അന്നാണ് ശരിക്കും നമ്മുടെ ഇളമക്കര അമ്പലത്തിൽ എന്നെ പരിപാടിക്ക് വിളിച്ചാണ് നമ്മുടെ കൂട്ടുകാരൻ. അപ്പോൾ ആ കറക്റ്റ് ടൈമിനാണ് ഈ പുള്ളി വിളിച്ചേക്കണത്. ഞാൻ പറഞ്ഞ ഇക്ക ഞാൻ ഉണ്ടാവില്ല, കാരണം അന്ന് എനിക്കിങ്ങനെ അമ്പലത്തിൽ ഒരു പരിപാടി, കൊറോണക്ക് ശേഷം ഒന്ന് മൈക്കെടുക്കാൻ പോണ 1.5 വർഷത്തിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ത്രില്ലിങ്ങനെ നിൽക്കണായിരുന്നു. എടാ അപ്പോൾ പറഞ്ഞാൽ ഇതൊരു പടമാണ്. നമ്മൾ എന്തായാലും നമ്മളത് കാര്യം നമ്മുടെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും പരിപാടി ചെയ്യണം, ഈ നയിക്കുന്ന ഗാനമുള്ളായിരിക്കും. എന്നാൽ ഓക്കെ, ഞാൻ എന്നാൽ വേറെ ആരെങ്കിലും വിളിക്കാന്നുള്ള സീനിൽ പുള്ളി കട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചേ ഏതായിക്ക പടം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് KGF ചാപ്റ്റർ 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ KGF ചാപ്റ്റർ 1 നമ്മുടെ അവിടെ ഒരു തിയേറ്ററിൽ ഞാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ എനിക്കൊക്കെ പാടാൻ താല്പര്യമുള്ള കുറെ ഹമ്മിങ്ങും കാര്യങ്ങളും അങ്ങനെ എനിക്ക് അങ്ങനെ ഭയങ്കര പവർഫുൾ. അപ്പൊ ഞാൻ ഓർത്തേ ഇതൊക്കെ ആരെ പിടിച്ചാൽ നമുക്ക് ഇതിലൊക്കെ കയറാൻ പറ്റും എന്നുള്ള സംഭവത്തിൽ. അപ്പൊ ഞാനിങ്ങനെ ആകെ ഒരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ ലിറിക്സ് റൈറ്റർ സാറിന്റെ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ പുള്ളി പേരിങ്ങനെ അപ്പോൾ ഈ എന്നെ വിളിച്ച പുള്ളി പറഞ്ഞു ഇതാണ് നമുക്ക് ഇവിടെ അല്ല ബസ്റൂർ പോകണം, കാരണം പുള്ളിയുടെ മ്യൂസിക് ഡയറക്ടർ രവി ബസ്റൂർ, നമ്മുടെ മാർക്കോൻ്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ രവി സാറിൻ്റെ വർക്കാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ 1 മിനിറ്റ്, ഞാൻ ഒന്ന് എന്നെ പ്രോഗ്രാം ഏൽപ്പിച്ചാണെന്ന് വിളിച്ചോട്ടെന്ന് വെച്ചു. വിളിച്ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ട്, ഒരു പടം വന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഇത് എത്ര വലിയ ഇമ്പോർട്ടൻ്റ് പരിപാടിയൊന്നുമില്ല, നീ പോണേ പോയിക്കോന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പുള്ളി വിളിച്ച് ഇക്ക സെറ്റാണ്ടെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നിന്നെ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഞാൻ വെയിറ്റ്, കമ്പനിയിൽ നിന്നുള്ള ഹോംബാളെ കമ്പനിയിൽ നിന്ന് പറഞ്ഞ അവർ വിളിച്ചിട്ട് അവർ വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ച്, അത് ടെൻഷൻ നോക്കണ്ട, സെറ്റാണ്, വിളി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വന്ന് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി പാടി. ഭയങ്കര അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, ഡയറക്ടർ സാറും സന്നീൽ സാറ്, രവി സാറ്. അന്ന് ശരിക്കും വേറെ വേറെ സിംഗേഴ്സ്, എല്ലാ ഭാഷയിലും സിംഗേഴ്സ് അവിടെ നമ്മുടെ മലയാളം വരുന്നു, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കുറെ ആൾക്ക് ശേഷം അങ്ങനെ ഒരു 10-30 സിംഗേഴ്സ് ഇങ്ങനെ പല പല ടീമിനകത്ത്. ഈ വന്നതൊക്കെ പുലികളായിരിക്കും അല്ലേ? എല്ലാവരും റോമൻ സാറിന്റെ പാട്ട് പാടിയ ആൾക്കാരൊക്കെ ഉണ്ട്, തമിഴിലൊക്കെ. അങ്ങനെ കുറെ കോണ്ടാക്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാടിയ പാട്ട് ഏതായിരുന്നു? ഫസ്റ്റ് തൂഫാനാണ് ഞങ്ങൾ തൂഫാൻ പാടി. അത് തൂഫാൻ പാടി കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ തൂഫാൻ പാടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ തൊണ്ട ഇടപാട് പോയി, കാരണം ഭയങ്കര പവർഫുൾ വോയിസിലാണ് തൂഫാൻ അങ്ങനെ. അപ്പൊ ഞങ്ങൾ ആദ്യം പോയി തൂഫാൻ 4 രൂപ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. സാർ ഇത് റിവെഞ്ച് സോങ് സാർ, അവർ നമ്മളെ ഇത് ലവ് സോങ് അല്ല സാർ, ഇങ്ങനെ പവർലി പാടാണ് ഞങ്ങൾ വിളിച്ചേക്കണേ, അല്ലെങ്കിൽ ഞങ്ങള് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വിളിക്കാൻ ആവശ്യമില്ലല്ലോ. അപ്പൊ പറഞ്ഞു അപ്പൊ നമുക്ക് ചെറിയൊരു പേടി, ദൈവമേ ശരിയാവോ, പിന്നൊന്നും നോക്കില്ല, അങ്ങോട്ട് തൂഫാൻ അങ്ങനെയാണ് ഒരു പാട്ട് ഫുള്ള് അവസാനം ഞങ്ങള് ഞാനുണ്ട്, അൻവർക്കുണ്ട്, പിന്നെ സന്തോഷ് വെങ്കി പുള്ളി. അപ്പൊ ആ സാധനം ഇങ്ങനെ ആ ഒരു ഫുൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ? ആ സാധനം അതിലാണ്, അങ്ങനെ വേണം പാടി ഫുള്ള്. ഞാനിപ്പോ ലൈവില് പാടുമ്പോ അങ്ങനെ ഒന്നും പാടില്ല, കാരണം ഡെയിലി പരിപാടി നമുക്ക് അങ്ങനെ തൊണ്ടടിച്ചു. ഈ അന്ന് അങ്ങനെ പാടില്ലെങ്കിൽ സെറ്റ് ആവൂല അവിടെ. ഓക്കെ ക്ഷയിക്കാനായിട്ട് വിട്ടെന്ന് പറയും. അതിലും മറ്റാണ് ധീര, അതിലും ഇതാണ് ധീര. അപ്പൊ 2 പാട്ടും സത്യം പറയാം, ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഫ്ലൈറ്റ് രാത്രി വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബില്ല് അടിച്ചിട്ടാണ്. സാധാരണ ഇങ്ങനെ വിളിക്കും, സൗണ്ട് ഇല്ലായിരുന്നു, നമ്മൾ ഭയങ്കര റെസ്റ്റ്. കാരണം പക്ഷെ ആ ഒരു നമ്മൾ ചെയ്ത സ്ട്രഗിൾ ഉണ്ടല്ലോ, അത് നമുക്ക് 2000 ഏപ്രിൽ 14 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഒരിക്കലും ഞാൻ മറക്കില്ല. നമ്മുടെ വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോഴല്ല ലൈഫില്, മ്യൂസിക് ലൈഫില് ഒരു രണ്ടാമത്തെ ഒരു പുനർജന്മമാണ് ശരിക്കും KGF. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, തിരിച്ചല്ല, ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ഒന്നെങ്കിൽ, കാരണം നമുക്കൊരു സെക്കൻഡ് ഒരു വാസ്കോഡ ഗാമ അതൊരു ഫസ്റ്റ് ലൈഫ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരിലേക്ക് വരണ്ടേ. അപ്പൊ ആ ഒരു സംഭവം അത് ശരിക്കും KGF ആണ് ശരിക്കും.
ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ KGF ഈ സോങ് എല്ലാവർക്കും ഒരു എനർജി കിട്ടുന്ന സോങ് ആണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും ആ സോങ് പോർഷൻ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കേൾക്കാൻ ആ സ്കിപ്പ് അടിക്കുന്ന സമയത്ത് ഒരാളില്ല. എല്ലാ ജിമ്മുകളിലും കാരണം ആ ജിമ്മുകളിലൊക്കെ ഒരു ഹരം കേറുന്ന കാരണം മസ്തിലൊക്കെ അതന്നെ ധീര ധീര ആ സാധനമൊക്കെ ഇങ്ങനെ നമ്മൾക്ക് രക്തം തിളയ്ക്കുന്ന രീതിയിലെ സാധനം. അപ്പൊ അത്രയും ഹാർഡ് വർക്ക് ആയിട്ടാണ് ആ സാധനം പുറത്തിറക്കിയത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് പുതിയ ജനറേഷൻ പിള്ളേരിലേക്ക് വിബി അധികം എത്താത്തത്. ഇനി എത്താനുണ്ടല്ലോ ഒരുപാട് ദൂരത്തേക്ക്. ഇപ്പൊ വാസ്കോ ഡ നോക്കിക്കഴിഞ്ഞാൽ പലരും നമ്മുടെ ഈ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നാലും ഇതൊരു പുതിയ അറിവായിട്ട് പലർക്കും കിട്ടും. വാസ്കോ ഡ ഗാമ പാടിയത് വിബിയാണ്, ധീര ധീര പാടിയ വിബിയാണെന്നൊക്കെ. എന്നാൽ സോഷ്യൽ മീഡിയ അങ്ങ് ഹാൻഡിൽ ചെയ്യുന്നില്ലേ അവർക്ക്? അതൊക്കെ എന്താ അറിയില്ല, ഞാൻ കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് ബാക്കോട്ടാണ്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്യണം. കാരണം ഇത്രയും നല്ല പാട്ടുകൾ ഇപ്പോഴും ഇതൊക്കെ വാസ്കോ ഡ ഗാമ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും വെറുതെ പറഞ്ഞല്ല, കൊച്ചിക്കാരുടെ ദേശീയഗാനമായി പ്രഖ്യാപിച്ച പോലെയാണ് മലയാളിക്ക് എല്ലാവർക്കും മലയാളിക്ക്. പിന്നെ എല്ലായിടത്തും ഇപ്പൊ നമ്മൾ കൊച്ചി എന്ന് പറയാൻ കാരണം ഫോർട്ട് കൊച്ചിയിലെ നമ്മുടെ ഈ പപ്പാനെ കത്തിക്കല പരിപാടി, ആ കൾച്ചർ അവിടെ ഉള്ളതുകൊണ്ട് ഏത് വഴി കൂടി ചെന്നാലും ഈ പാട്ട് കേൾക്കാം. അതേപോലെ തന്നെ എല്ലാ നാട്ടിലും എവിടെയാണെങ്കിലും ഇതൊരു ആഘോഷം തന്നെ ആക്കിയതാണ്. ന്യൂ ഇയർ ആഘോഷത്തിനുള്ള 2 പാട്ട്, ഒന്ന് ഇളമയും ഇത് രണ്ടുമാണ്. അപ്പൊ ഇതൊക്കെ പാടിയ ആളാണ് വിബി. അപ്പൊ എന്തായാലും ആളുടെ ഇടയിലേക്ക് എന്തായാലും എത്തണം. ആ ഒരു സാന്നിധ്യം ഞങ്ങളെല്ലാരും ഞങ്ങളൊക്കെ ശരിയാക്കി തരാം, മാക്സിമം പൊക്കിട്ട് തരാം. അപ്പൊ അത് ധീര ധീര ഇതെല്ലാം ഇപ്പൊ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ തന്ന പാട്ടുകളാണ്. എനിക്ക് ഏറ്റവും വിവി പാടിയേക്കുന്ന, അതായത് റിയലായിട്ട് പാടിയേക്കുന്ന പാട്ടല്ല, പക്ഷെ വേറൊരാൾ പാടിയതാ ഒരു വേദിയിൽ ഹുദാസേ ആ കീർത്തി അക്രയിലെ പാട്ടിന്റെ ഒരു ഹമ്മിങ് പാടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അത്, കാരണം ഒരു എന്താ പറയാ ജീവൻ കൊടുത്ത് പാടുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. അതെന്താ പാടാണ്ടായ ഒരു മൊമെന്റിന് എന്താ പ്രത്യേകത? ഞാൻ കൂടുതലും എൻ്റെ ത്രോട്ടിൽ നിന്ന് ഹൈ പിച്ചാണ് കൂടുതലും പാടുന്നത്. അപ്പോൾ സമയത്ത് തന്നെ കൈലാഷ് കേർ സാറിൻ്റെ അപ്പോൾ ഒരു ഫംഗ്ഷനിൽ വെച്ച് ഞാൻ പുള്ളിനെ കണ്ടായിരുന്നു, ഒരു അവാർഡ് നൈറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ മേ ആപ്കാ ബഡാ ഫാൻ ഹൂ, ഹുദാസെ. അന്ന് ഹുദാസൈറ്റ് പുള്ളിനെ ഇപ്പോൾ അവിടെ ഒരു ചാനലുകാർ കൊണ്ടുവന്ന. ഞാൻ പറഞ്ഞു, മേ കോയി സ്റ്റേജ് മേ കുറെ സ്റ്റേജിൽ പാടിയണത്. അച്ഛാ അച്ഛാ പറഞ്ഞു, ഐ വാണ്ട് ടു സിംഗ് ഫീൽ ലൈൻ അവിടെ വെച്ച് സ്റ്റേജിന് സൈഡിൽ. ഹോ खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. वो अमन वो चमन का नजारा, वो चमन वो अमन का नजारा. ओ खुदाया लौटा दे कश्मीर दोबारा, ओ खुदाया लौटा दे कश्मीर दोबारा. मेरा कश्मीर मेरा कश्मीर मेरा कश्मीर मेरा कश्मीर मेरा कश्मीर मेरा कश्मीर. ओ मेरा കശ്മീർ. പൊന്നു ബ്രോ, ഒരു രക്ഷയില്ല മനുഷ്യ. പൊന്ന് അടിപൊളി. പുള്ളി മുഴിപ്പിക്കാൻ സമ്മതിച്ചോ? ചേർത്ത് പിടിച്ചോ? ഇത് വേറെ വേദികളിലൊക്കെ പാടാറുണ്ടോ? ഇത് ആ സമയത്ത് മിക്ക സ്റ്റൈലും പാടാറുണ്ട്. പിന്നെ നമ്മൾ ഈ ചില സ്ഥലത്ത് പറയും ഹുദാസ പാടണോട്ടെന്ന് പറയും. ഞങ്ങള് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ചാനലിലൊക്കെ കുറെ പാടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പാടുമ്പോ പുള്ളിയുടെ വോയിസിലേക്ക് ഇങ്ങനെ ആകാനൊക്കെ ശ്രമിക്കും. അല്ല, ഏകദേശം ഒരു മാച്ച് ഉണ്ട് നമ്മുടെ ആ ഹൈ പിച്ചിലേക്കൊക്കെ. ചില കമ്മിറ്റിക്കാരൊക്കെ പറയും ആ പാട്ടൊന്ന് പറഞ്ഞോട്ടാ. ഏറ്റവും കൂടുതൽ വിപിനോട് റിപ്പീറ്റ് പറഞ്ഞ് പാടിപ്പിച്ചേക്കുന്ന സോങ് ഏതാണ്? ധീര ധീര പാടിപ്പിക്കാറുണ്ടോ? തൂഫാൻ. ഈ അപ്പൊ ഈ സ്ട്രഗിൾ കൊടുത്തിട്ടാണോ? ഇത്തിരി കുറയ്ക്കും നമ്മള്. തൂഫാൻ തൂഫാൻ ഇടിമിന്നലിന്നു തടയിട്ടവനെ തൂഫാൻ തൂഫാൻ
പടവെട്ടിടുന്നരണ ഭൈരവനെ ധീര 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 നീ സുൽത്താന ധീര 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 നീ സുൽത്താന സലാം റോക്കി ബൈ റോക്കി അങ്ങനെ ഒരു സ്റ്റൈലിനോട് അപ്പൊ അങ്ങനെ പാടുമ്പോ പിള്ളേരൊക്കെ റോക്കി പാടും പിള്ളേര്. എല്ലാരും ഏറ്റുപാടും. ഈ നാടൻ പാട്ട് വിവി നന്നായിട്ട് പാടും, നല്ല രസവും ഇവര് നാടൻ പാട്ടിന്. എനിക്കൊന്ന് ഈ ഹൈപ്പിച്ച് കൂടുതൽ എടുക്കുന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ലൊരു പ്രത്യേക ഒരു ടോൺ ഉണ്ട് എല്ലാത്തിനും. ഏതൊരു നാടൻ പാട്ട് ഒന്ന് പാടാമോ? തെയ്താരോ 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 ചെക്കേളാടിക്കും മുമ്പേ തെയ്യം താരോ ചെമ്പട്ട് വീശും മുമ്പേ തെയ്യം താരോ ചെമ്പാവും പാടത്ത് ചാത്തനും നീലിയും തമ്പ്രാൻ പടിക്ക് ചെന്നേ തെയ്യം താരോ തക താര താരോ മൈമട മുറിഞ്ഞേ തെയ്യം താരോ ചെഴിക്കകം മുടിഞ്ഞേ തെയ്യം താരോ മാടത്തിലെന്തുണ്ട് കാച്ചിക്കൂടിക്കാനായി അന്തിക്കടി കീറാത്തി തെയ്യം താരോ. പിന്നെ പാട്ടിന് താളം മാറും. തക താരതകതിമി താരതകതിമി താരതകതിമിതോ തക താരതകതിമി താരതകതിമി താരതകതിമിതോ. ഓ അടിപൊളി റോക്കിംഗ് സ്റ്റൈലിൽ. അത് എല്ലാം മാറിയല്ലോ, കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറിയല്ലോ. മണിച്ചേട്ടന്റെ കൂടെ സ്റ്റേജ് ഷെയർ എവിടെ വെച്ചാ, എവിടെയൊക്കെയാണ്? മണിച്ചേരന്റെ കുറെ പ്രോഗ്രാം നമ്മൾ വിദേശത്തും എല്ലാം? ഇല്ല, നാട്ടില് തന്നെ. എന്താണ് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചേട്ടൻ അടിപൊളിയല്ലേ. മണിച്ചേരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഭയങ്കര ഊർജ്ജമാണ് മണിച്ചേരനൊക്കെ. നമുക്ക് കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. പിന്നെ നമ്മളായിട്ടൊക്കെ ഇപ്പൊ ചേട്ടൻ കൂടെ ഉണ്ടാവും. അതായത് എന്തായാലും ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് വരികയല്ലേ ചെയ്യുക, നേരിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കമ്പനി എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് ഷെയ്ക്കൻ്റെ നമ്മുടെ കൈ പോയി. സ്നേഹമുള്ള ആൾക്കാർ അത്ര പുള്ളി അങ്ങനെ പിടിക്കുള്ളൂ. ഒരു പിടുത്തുള്ളൂ. എപ്പോഴും പറയും മണിച്ചേട്ടന്റെ ഷെയ്ക്കാൻ എന്ന് പറഞ്ഞ ഒരു മണിച്ചേട്ടൻ്റെ കട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ്? പുള്ളി എത്ര തിരക്കിൽ നിൽക്കണമെങ്കിലും ചിലപ്പോൾ പുള്ളി വേറെ നല്ല ഹെവി ടീമിനെ കൂടി സംസാരിക്കണേക്കും. നമ്മളെ കാണുമ്പോ എടാ, അത് പല ആൾക്കാരും കാണിക്കാറില്ല. ചേട്ടാ സോലടാ ഓക്കെടാ, ആ ഒരു കാണുമ്പോ തന്നെയുള്ള ഒരു ബന്ധം ഭയങ്കരമായിട്ട്. നമ്മൾ എത്ര തിരക്കി വെച്ച് കണ്ടാലും പുള്ളിക്ക് അറിയാൻ പറ്റും. പുള്ളി അതുപോലെ എനർജി ലെവല്. ഓരോ പാട്ട് പാടുമ്പോ ഓരോ കലാകാരന്മാര് ചിലപ്പോ ടയർഡ് ആവുന്ന പറയാ, പക്ഷെ പുള്ളി ഓരോ പാട്ട് കഴിയുന്നതോറും അങ്ങ് കേറി. ഞാൻ ഇങ്ങനെ പിച്ചിൽ പാടുന്ന ഒരാളാ എന്റെ ജീവിതത്തില്. എങ്ങനെ വന്നാലും പുള്ളിയൊക്കെ എത്ര രാത്രിയാണ്, നമ്മള് അറിയാലോ അമ്പലപ്പരിപാടിയൊക്കെ ചിലപ്പോ രാത്രി 2 മണിക്ക് ഇരിക്കും. എങ്കിലും ആ ഒരു പുള്ളി പാടുമ്പോണ്ടല്ലോ കറക്റ്റ് പിച്ചാണ്. നമ്മള് മറ്റേ മെലഡിയൻ ചെയ്ത പോലെ ഇരിക്കും, ഓട്ടോട്യൂൺ ഇട്ട പോലെ മാറ്റൂല. നമ്മളൊക്കെ പാടി ഇവിടെ അടപ്പുറിച്ചിരിക്കണേക്കും. പുള്ളി അപ്പോഴും അത് താനേ അങ്ങനത്തെ റേഞ്ചിലൊക്കെ അറിയാലോ. പക്ഷെ അത് കറക്റ്റ് എന്തോ ഒരു ആ ഒരു തൊണ്ട നമ്മള് പുള്ളിയുടെ പുള്ളിക്കൊരു ടീം ഉണ്ടല്ലോ, അപ്പൊ എല്ലാരും വിളിക്കും പടാ പടാ നിങ്ങൾ കേറിക്കോ. പുള്ളിയുടെ കൂടെ ഡാൻസും എല്ലാം കട്ടക്ക് എല്ലാരും പിന്നെ പുള്ളി പാടാൻ തുടങ്ങി പിന്നെ ജനങ്ങൾ മൊത്തം പരിപാടിക്ക് ഒരു ഉത്സവമാണ്. നമുക്ക് ഉത്സവമാണ്. ആൾക്കാരും എല്ലാരും ഇപ്പൊ ഗ്രീൻ റൂമിലടക്കം ഒരു 1 ടീമുകൾ ഇങ്ങനെ വന്ന് നോക്കിയേക്കും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു നഷ്ടം തന്നെയല്ലേ. പകരം എപ്പോഴും ഓർക്കാറുണ്ട് പുള്ളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഞങ്ങളും കുറെ പരിപാടിക്ക് നല്ല വലിയ പരിപാടിയൊക്കെ പോകുന്നുണ്ട് പുള്ളി ചേട്ടൻ്റെ കൂടെ ഇതുപോലത്തെ. മറ്റേ അതുപോലെ തന്നെ ജാസി ചേട്ടന്റെ കൂടെ ബൊമ്മ അതൊരു വേറൊരു സമയമായിരുന്നു അത് ബ്രോന്റെ. അതെങ്ങനെയായിരുന്നു അതിന്റെ സ്റ്റോറി, അതിലേക്ക് എത്തിയതും ജാസി ചേട്ടൻ്റെ എക്സ്പീരിയൻസും? അത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന മനുഷ്യന്റെ ജീവിതത്തില്. കാരണം ഈ ലജ്ജാവതി തരംഗം എന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ അറിവില് അങ്ങനെ ഒരു ഹിറ്റായ ഒരു പാട്ട് അല്ലേ. ഒരു മാറ്റം ഉണ്ടാക്കി, ആർക്കും പാട്ട് പാടാവുന്നൊരു സാധനം കൊണ്ടുവന്ന ആളാണ്. അല്ല, ആ ഒരു വോയിസ്, അങ്ങനെ ഒരു വോയിസ് നമ്മൾ അപ്പോഴേ കേൾക്കുന്നത്. അതെ. കാരണം അത് വേറെ കേട്ടിട്ട് പെട്ടെന്നൊരു പൊള്ളി സാധനം കേട്ടപ്പോഴേ. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും
ലജ്ജാവതി നമ്മൾ ഓരോ ഗാനങ്ങളൊക്കെ പോകുമ്പോഴും ആൾക്കാർ 3 പ്രാവശ്യമൊക്കെ പാടും. ഞാനൊക്കെ പാടുന്നു ലജ്ജാവതി എൻ്റെ വോയിസും വെച്ചിട്ട്. കാരണം പാടാണ്ടിരിക്കാൻ പറ്റൂല നമുക്ക്. പാടിപ്പിക്കും. അന്ന് പാടിയില്ലെങ്കിൽ ആ പരിപാടി പോകും. എല്ലാരും പറ്റുന്ന പോലെയൊക്കെ പുള്ളി നല്ല ബേസ് ആണല്ലോ പുള്ളിക്ക്. ലജ്ജാവതിയെ ഞാനൊക്കെ ലജ്ജാവതി ആ ഒരു ടോണിലല്ലാണ്ട് പാടിയാലും പണി കിട്ടും. അപ്പൊ എങ്ങനെയെങ്കിലും പരിചയപ്പെടണം എന്നുള്ള സീനിൽ വന്നപ്പോ പാല സൂപ്പർ ബീറ്റ്സ് ട്രൂപ്പ് ഉണ്ട്. അപ്പൊ അന്ന് ഞാനപ്പോ അവിടെ കുറച്ച് പാടുമായിരുന്നു. അപ്പൊ അന്ന് പുള്ളിയുടെ നയിക്കുന്ന ഗാനവളെ ഭയങ്കര ഹാപ്പിയായി. തിരുവല്ലയിൽ ഒരു അമ്പലത്തിലായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് ഇങ്ങനെ പരിപാടി കഴിഞ്ഞ് പുള്ളി കൂളല്ല സാറേ ഇങ്ങനെ വിപിൻ ഓക്കെ ഞാൻ കൊച്ചിയിലാണ്. ഞാൻ അന്ന് പാടിയ പുള്ളിക്ക് എന്തോ സ്ട്രൈക്ക് ചെയ്ത്. അന്ന് നമ്മള് അടിപൊളിയായിട്ടൊക്കെ പെർഫോം. അപ്പോൾ ഞാൻ സാറിന് നമ്പർ ഒന്ന് തരുമോ? പിന്നെ എഴുതിച്ചു എന്തെങ്കിലും ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. അങ്ങനെ ഇടയ്ക്ക് ഞാൻ വിളിക്കുമായിരുന്നു. സുഖമല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞ്. ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു സാധനമുണ്ട് എറണാകുളത്ത് സ്റ്റുഡിയോ ഉണ്ട്, നീ ഒന്ന് വാന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ തകർന്നു ഈ സാധനം കേട്ടിട്ട്. കാരണം ഒരു അതുവരെ വരാത്തൊരു ട്രെൻഡ് സാധനം. അപ്പോൾ കേട്ടപ്പോൾ അപ്പോൾ എനിക്ക് പാടാനുള്ള പോർഷൻ. അപ്പോൾ നമ്മുടെ ഇഷാൻ ഉണ്ട് അവിടെ, പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പാടിച്ചോളും, നീ പാടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പേടിക്കണ്ട, ടെൻഷൻ വേണ്ട, പാടിക്കോ, നിന്റെ ഫ്രീ ആണ്, നീ പാടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ബൊമ്മ എന്ന് പറഞ്ഞ പാട്ടിലേക്ക് പാടുന്നത്. ഞാൻ പാടിയത് അനുപല്ലവിയാണ്. അപ്പൊ ഇപ്പൊ ഫുൾ റാപ്പിന്റെ കാലമല്ലോ. അപ്പൊ ആ റാപ്പും കൂടി പാടി താളം ഇങ്ങനെ show you bring it with you so beautiful. Now let's check it out. Like a situation nice. Bojani style looking so fine. Parliament sticks in the first time. Give me rock. Let me make my love rock on. Give me life. I want life. Let me make my love rock on. You gotta beat me tonight, do you mind? Ramakona commercial for do you do my mind? When a man like me is hard to find. Oh no, it's gonna be fine. Yay! Bomma, കുട്ടിലിട്ട ചെറു ബൊമ്മ ഫ്രക്കണിഞ്ഞ കുട്ടി ബൊമ്മ അഞ്ചാതി ഒരപ്പാവി അറിവില്ല പാവി അവനെല്ലാം അവളാണ് അളവെല്ലാം പാതി അടിയെല്ലാം ചെണ്ടയ്ക്ക് ഗുണമെല്ലാം ആർക്കും ബൊമ്മ കുട്ടിലിട്ട ചെറു ബൊമ്മ ഫ്രക്കണിഞ്ഞ കുട്ടി ബൊമ്മ. Give me rock, let me make my rock on. Yeah. Give me rock. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിന്റെ ഓർക്കസ്ട്രയും എല്ലാം ഒരു എല്ലാത്തിനും ഡിഫറൻസ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ശരിക്കും എനിക്ക് ആ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം അന്ന് യൂട്യൂബ് ഇല്ല, മറ്റേ നമ്മുടെ അമർപ്പേരിൽ പറഞ്ഞവരെ യൂട്യൂബ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല. അന്ന് ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഈ പാട്ട് വേറെ ലെവലിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശങ്കർ സാർ തമിഴില് ഈ പാട്ട് കേട്ടിട്ട് ജാസ്റ്റിനെ വിളിച്ച് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അത്ര അന്ന് ഒന്നുമില്ലാത്ത സമയത്ത്. എന്റെ പൊന്നെ, അദ്ദേഹം ജാസിച്ചാറിന്റെ കാര്യം. എന്നിട്ട് പുള്ളി കുറെ പുതിയ പിള്ളേര് ആ ബൊമ്മ എന്ന് പറഞ്ഞ പാട്ട് എടുത്ത് റീൽ ചെയ്യണം. ഓക്കെ ചെയ്യണം. അത് തന്നെ ബൊമ്മ പാട്ട് സോങ് ആണ്. അതെ എന്തായാലും വരും, ഉറപ്പായിട്ടും വരും. ഇതെല്ലാം തിരിച്ചു വരും. നമ്മുടെ ലജ്ജാവതിയുടെ ഒരു ടൈം എന്ന് പറഞ്ഞൊരു സമയം തന്നെയായിരുന്നു. കേട്ടവരൊക്കെ ഷോക്കായി. റാപ്പ് പോലെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മലയാളത്തിൽ ഒരു റാപ്പ് മിക്സ് ചെയ്ത് വന്നത് പുള്ളിയല്ല, ട്രെൻഡ് ആണെന്ന് തന്നെ. ഉറപ്പായിട്ടും മുമ്പ് റഹ്മാൻ സാർ ചെയ്തിട്ടുണ്ട് 94 മലയാളത്തില്. ഇല്ല മറ്റേ വടക്ക് കരണ്ട് മുറി വാസൽ പട്ടി. അതിന് മുമ്പ് റാപ്പ് പാടുമ്പോ എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, വടക്ക് കരണ്ട് മുറി വാസൽ പട്ടിപ്പാല് പുല്ലുക്കുട്ട് സ്കൂൾ ഫീസ് നല്ലത് മണ്ണര റാഷൻ പാമ്പൊയില് പച്ചരസി ഗോതമ്പ് പത്തല്ല കസ് കൊഞ്ചം കൂടെ പത്തല്ല എവറെണ്ണ രണ്ടെണ്ണ ഡിണ്ട ഫുണ്ടിയെല്ലാം വടച്ച് നാലെണ്ണ എട്ടെണ്ണ കടലക്കുടൽ വാങ്ങി ഒരെണ്ണ രണ്ടെണ്ണ വണ്ടിയെല്ലാം മുടച്ച് നാലെണ്ണ എട്ടെണ്ണ കടലക്കുടല വാങ്ങി അണ്ട ഉണ്ട അടക്കി വെച്ചോ അജപതി എടുക്ക പത്തല ഞാനപ്പഴമേ Jaga Django space. Jaga Django space. I'm coming. Django space. Let's go. With Srinath. Yeah. Django space. റാപ്പൊക്കെ നമ്മള് നിസ്സാരമായിട്ട് അങ്ങനെ ഉണ്ടാക്കണല്ലേ. പിന്നെ അല്ല, ഈ പുതിയ ഇപ്പോഴത്തെ വേടൻ, ഡബ്സി, ഈ ഒരു ടീം എത്തിയിരുന്നല്ലോ. ഇവരുടെ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കിട്ടോ പാട്ട്? പിന്നെ നമ്മള് പുതിയ സിംഗേഴ്സൊക്കെ അടിപൊളിയല്ലേ. ഡബ്സി ബ്രോ ആയാലും ബേബി ജീലും വേടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡബ്സിയുടെ പാട്ടൊക്കെ നമ്മൾ സ്റ്റേജിൽ പാടാൻ കേട്ടോ. കാരണം നമ്മള്
ജനങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ അത് പാടുക. തീർച്ചയായിട്ടും വട്ടേപ്പോലും ഇൽമിൻ്റെ എല്ലാം സ്റ്റേജിൽ പാടാറുണ്ട്. പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ് സുഷിൻ ശ്യാംബ്രോ, എല്ലാവരും അവരവരുടെ സ്റ്റൈലിൽ പക്കാണ്, പൊളിയാണ്. അപ്പോൾ വേടം ബ്രോയുടെ പാട്ട് ഞാൻ സ്റ്റേജിൽ പാടും. ഞാൻ പെട്ടറാപ്പും ഇതും പിന്നെ റോക്ക് അത് മിക്സ് ചെയ്താ പറഞ്ഞത്. അപ്പൊ അവർ പാടാം. ലാ 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 la 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 la. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ടെടുക്കും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചേറിൽ പൂത്താലും താമര കണക്ക്, ചോറ് പോര മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കഥന കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം. വയറക്ക് നിറക്കാനല്ലേ നെട്ടോട്ടം, വലയിലൊതുങ്ങാത്ത കരൽ കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ. കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ. കുടിച്ച കള്ള് വള്ളമൊന്നും പറയില്ലടാ. ഭയങ്കര ഒരു പവർഫുൾ ഇതാണല്ലേ, വാക്കുകൾക്കാണ് പവർ അല്ലേ, പാടുന്ന ശബ്ദത്തിൽ വേറെ ലെവൽ നമ്മള്. അതെ, എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്താണ് അടുത്ത ഭാവി പരിപാടികൾ? എന്താണ് ഭാവി പരിപാടി? ഇങ്ങനെ പോകുന്നു. ഇപ്പൊ പ്രോഗ്രാമിന്റെ ടൈമാണ്. ഇപ്പൊ ഞാൻ അയർലൻഡിലായിരുന്നു, ഇനിയിപ്പോ ഖത്തർ, മസ്കറ്റ്, ഓസ്ട്രേലിയ ഉണ്ട്. എത്ര പാസ്പോർട്ട് ഉണ്ട് മൊത്തത്തിൽ? എത്രാമത്തെ എനിക്ക് അത്ര അറിയാം മതി. എത്ര സ്റ്റേജ് ചോദിക്കില്ല, എത്രാമത്തെ പാസ്പോർട്ടാണ്? അത് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ 5ാമത്തെ പാസ്പോർട്ടാണ്. 5ാമത്തെ പാസ്പോർട്ടാണ്. ഓക്കെ. മലയാളികളുള്ള ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളിലും ചെന്നിട്ടുണ്ട്. അമേരിക്കയിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഗൾഫിലാണ് നമുക്ക് കൂടുതലും. അതെ അതെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്താണ് അടുത്ത നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പൊ ഞാൻ അമരൻ എന്ന് പറഞ്ഞ പടത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. അമരൻ അത് ഞാൻ പറഞ്ഞില്ലേ, റഹ്മാൻ സാറിന്റെ പെങ്ങളുടെ ജീവ പ്രാവശ്യം. അപ്പോൾ പുള്ളിയുടെ പ്രോഗ്രാം ഉണ്ട്, അശ്വിൻ സത്യ, പുള്ളിയാണ് നമ്മളതിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ഇത് കെയർ ഓഫിലൊരു 2 തെലുങ്ക് ഇവിടെ നിന്ന് ഒരു വിളി വന്നിട്ടുണ്ട്. തെലുങ്കാണ് ഞാൻ പാടിയ വർഷം. അമരാ സമരമുരാ అమరా సమరమురా దేవుడమరా వీరుడమరా శూరుడమరా సమరా త్యాగి అమరా వీరుడమరా దేవుడమరా సమరా అమరా సమరమురా. അതും പാട്ടിങ്ങനല്ല, അമരാ. എന്തായാലും എനിക്കറിയാം ഇപ്പോഴും എവിടെയൊക്കെയോ എത്തിപ്പെടാനുണ്ട്. ഇനിയും കുറച്ച് ദൂരങ്ങൾ ബാക്കിയുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ പക്ഷെ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ ഒരു സൈഡിൽ കൂടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് വിപി. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിട്ട് കുറെ ചവിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ഈ പെർഫോം ചെയ്യാൻ തുടങ്ങി നമ്മ പിന്നെ ആരും നോക്കൂല. അവിടെ വലിയ ആളാണ് ചെറിയ, അപ്പൊ അങ്ങനെ കുറെ ചവിട്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഉണ്ടാവൂലേ, അങ്ങനെ സ്റ്റേജിൽ വെച്ച് ഈഗോ വരുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കയറി വരുന്ന സമയത്തൊക്കെ കുറെ കാര്യം നമ്മൾ ആ ലിസ്റ്റ് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുന്നൊക്കെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കിട്ടില്ല ലിസ്റ്റൊക്കെ നമ്മള് പാടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ആ ഒരു പരിപാടി ഉണ്ടല്ലേ, വലിയ വലിയ ആളുകളുടെ ഇടയിൽ നിന്നുള്ള ചവിട്ടൊക്കെ ഉണ്ട്. അത് അങ്ങ് പോവന്നെ, തട്ടി തട്ടി നീങ്ങനെ. എന്തായാലും യഥാർത്ഥ കലാകാരന്മാരെ എന്താ പറയാ, സമൂഹം അംഗീകരിക്കുന്നു പറയുക. അതേപോലെ തന്നെ ബ്രദർ എത്ര നാളായാലും ഇപ്പം എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ബ്രോ പാടിയ പല പാട്ടുകളും ഇപ്പോഴും നമ്മൾ ആഘോഷമാക്കി കൊണ്ടു നടക്കുന്നത്. പലർക്കും അറിയില്ല ഇത് ആരാ പാടിയേക്കുന്നതിലും പലർക്കും അറിയാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പം എന്തായാലും ഇനിയും ഇപ്പം നമ്മൾ ചില ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ടീമൊക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ എന്താ ജോലിയാണ്, കലാകാരനാണ്, ട്രൂപ്പ് വർക്ക് ചെയ്യുന്നത്, ട്രൂപ്പിനെ കുറിച്ച് സിനിമയൊക്കെ ഉണ്ട്, സിനിമയൊക്കെ ഉണ്ടോ ഏതാണ്, ഞാൻ ഇത് പറയും. അതാണ് ഭയങ്കര. എന്നാലും സോഷ്യൽ മീഡിയ ഒക്കെ ബ്രദർ ഒത്തിരി കൂടി നന്നായിട്ട് ഇത് കുറച്ചുകൂടി നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, അത് അറിയാം. നല്ല തിരക്കുള്ള ജീവിതത്തിൽ ഓടുകയാണ്. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് ഇനി ഒരുപാട് നല്ല നല്ല പാട്ടുകളായിട്ട് എത്താൻ പറ്റട്ടെ. ലൈഫിൽ ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ ചിന്തിക്കുന്നതിന്റെ അപ്പുറം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് വിപിൻ. ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് വിഷമങ്ങളും ഇതൊക്കെ ചാടി കയറി ഇപ്പോൾ ഒരു എന്താ പറയുക, ശ്വാസം വിടാവുന്നൊരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. എന്തായാലും ഇനി മുമ്പോട്ട് ഇനി ധൈര്യമായിട്ട് നെഞ്ചും പിരിച്ച് നടക്കാൻ പറ്റട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓരോ പാട്ടും പ്രേക്ഷകരെ ഏറ്റെടുത്ത് ആഘോഷമാക്കട്ടെ. എല്ലാവരും
സെറ്റാക്കാം. ഏതാണ് ഏതാ പുതിയത് ഏതാ സെറ്റായിട്ട് പറയാം. സെറ്റായിട്ട് പറയാം. ഓക്കെ, അറിയാലോ, എന്തായാലും ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗിലാണ്. സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. എന്തായാലും ഒരുപാട് ആശംസകൾ നിങ്ങൾ നേരെയാണ്. താങ്ക് യു സോ മച്ച്.